മുസ്ലിം ലീഗിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ വിവിധ പാർട്ടികളിലേക്ക് ഒരു പാർട്ടി വിട്ട് അപ്പുറത്തെ പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നത് പതിവാണ്. കോൺഗ്രസിലേക്കാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, UDF-ലേക്ക് വരുന്നതാണ് കണ്ടത്. അതിൽ തന്നെ മുസ്ലിം ലീഗിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പുതുതായിട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നു. പല ആളുകളും പാണക്കാട്ട് പോയിട്ടാണ് മുസ്ലിം ലീഗിലേക്ക് അംഗത്വം എടുക്കുകയും അതിനോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പത്തനംതിട്ടയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം CPIM-ൻ്റെ അവിടുത്തെ പ്രധാന പ്രവർത്തകനായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അദ്ദേഹം CPIM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും മുസ്ലിം ലീഗിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പിന്നെ കൊല്ലത്ത് നിന്ന് ഒരു സുജ എന്ന് പറയുന്ന CPM നേതാവ്, അവിടുത്തെ പ്രാദേശിക നേതാവ്, അവരും ഇത് വിട്ടുപോയി മുസ്ലിം ലീഗിൽ ചേരുന്നത് കണ്ടു. അതല്ലാതെ അത്രയും പ്രാമുഖ്യമില്ലാത്ത പല ആളുകളും ലീഗിനെ പുൽകുന്നത് രാഷ്ട്രീയമായി നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗ് എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതിൻ്റെ നേരെ അപ്പുറത്തുള്ള വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും കടുപ്പത്തിൽ വംശീയ സ്വഭാവമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരമായി പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹവും ഇപ്പോൾ ഇറങ്ങി വന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ ഒരു മലബാർ ലിമിറ്റഡ് പാർട്ടി എന്നൊക്കെ ആക്ഷേപിക്കുന്നവർ മറ്റ് പലതരത്തിലുള്ള ചാപ്പകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനുമേലെ ചൊരിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കുന്നത്. പാണക്കാട്ട് തറവാട്ടിൽ പോയി സത്യത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കാൻ കൂടുതൽ ആളുകൾ ഈ നിലയ്ക്ക് തയ്യാറാവുന്നതിൻ്റെ സാമൂഹിക കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ് നമ്മൾ അവസാനം. അജിംസ്, എന്താണ് തോന്നുന്നത്? ഇങ്ങനെ മുസ്ലിം ലീഗ് അതൊരു മലബാർ ലിമിറ്റഡ് ഒരു മുസ്ലിം ലിമിറ്റഡ് പാർട്ടിയാണെന്നൊക്കെയുള്ള ആക്ഷേപം അതിന് മേലെയുള്ള സമയത്താണ് അതിൻ്റെ സ്വീകാര്യതയുടെ പുതിയ വാതിലുകൾ തുറന്നു കാണുന്നത്. ഇത് സ്വീകാര്യതയുടെ ഭാഗമാണോ അതല്ല സമൂഹത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയോടുള്ള ചില മനുഷ്യരുടെ പ്രതികരണമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു രണ്ടാമതാണെന്നാണ് പറഞ്ഞ കാര്യമാണെന്നാണ്. അതായത് വലിയ തോതിൽ ഇസ്ലാമോഫോബിയ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ അതിനോട് അസ്വസ്ഥതയുള്ള ആളുകൾ അവരെ സംബന്ധിച്ച് അതിനോട് പ്രതികരിക്കേണ്ട രീതി അങ്ങനെയാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി മുസ്ലിമൊക്കെ ആയി ആളുകളുണ്ടല്ലോ. ഇപ്പോൾ എന്ത് ജോയി ആയിരുന്നു കൊടുങ്ങല്ലൂർ TN ജോയ് പറഞ്ഞ് നാളെ മുതൽ എൻ്റെ പേരങ്ങ് മാറുവാണ്, ഞാൻ മുസ്ലിം ആവുകയാണെന്നാണോ പറഞ്ഞത്. ഇസ്ലാമോഫോബിയക്കെതിരായിട്ടുള്ള ഒന്നാണ്, ഫാഷിസത്തിനെതിരായിട്ടുള്ള പ്രതികാരമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള 3 പേര്, കൊല്ലത്തുനിന്ന് ഒരു വനിതാ നേതാവ്, CPM-ൻ്റെ വനിതാ നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ചേർന്നു. ഇന്ന് ഞെരളത്ത് ഹരിഗോവിന്ദൻ ചേരുന്നു. ഇതിപ്പോൾ വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് ഇങ്ങനെ ആളുകൾ ചേർന്നിട്ടുണ്ട് അല്ലേ, എത്രയോ പേര് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നിതിൻ കിഷോർ ചിറ്റാറിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു CPM-ൻ്റെ. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ലീഗ് ചേർന്നാണ്. ഇപ്പോൾ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റാണ്, ദേശീയ വൈസ് പ്രസിഡന്റ് മറ്റൊക്കെയാണ്, നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇത് നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് വാർത്തയാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലീഗിനെ ചാരിക്കൊണ്ട് വലിയ തോതിലുള്ള വർഗീയ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മനസ്സും എടുത്ത ആളുകൾ അതിൻ്റെ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ്. അവർ മുസ്ലിം ലീഗിൻ്റെ ആദർശം കണ്ടിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇതിനേക്കാൾ നല്ല പാർട്ടിയായിട്ടോ എന്നുള്ളതല്ല, മുസ്ലിം ലീഗിനെ മുൻനിർത്തി നടക്കുന്ന വർഗീയ പ്രചാരണത്തിൽ മനം എടുത്ത് അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആളുകൾ ചേരുന്നത്. ഇത് പലതരം സ്വഭാവമുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ അതിന് മുമ്പ് അവരുടെ പൂർവാശ്രമം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഒരു CPM സഹയാത്രികനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ഒരു CPM സഹയാത്രികനാണ്. ദേശാഭിമാനിയുടെ പാലക്കാട് എഡിഷൻ്റെ അവിടുത്തെ യൂണിറ്റിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം ആ ഉദ്ഘാടന വേദിയിൽ ഇടയ്ക്ക് വെട്ടിയ ആളാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഫേസ്ബുക്കിലാണ് കുറേ വർഷം കഴിഞ്ഞ്. അതായത് കേട്ടാലറയ്ക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫേസ്ബുക്കിൽ കാണുന്നത്. കഴിഞ്ഞൊരു 4-5-6 വർഷമായിട്ട് ഇപ്പോൾ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഇടവേള ഉണ്ടായിട്ടുണ്ട്, ഞാനതിൽ മാപ്പി വയ്ക്കുന്നത് എൻ്റെ പശ്ചാത്താപമാണ് ലീഗിൽ ചേരാൻ കാരണം. ചിലപ്പോൾ അങ്ങനെയുമോ ഞാൻ കുറച്ച് നാൾ ഈ വർഗീയ പ്രചാരകനായിരുന്നു, അതിൽ അദ്ദേഹം പശ്ചാത്താപ വിഷയനായിട്ടാണ് ചിലപ്പോൾ അപ്പോൾ ലീഗിൽ ചേരുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു രാഷ്ട്രീയ തീരുമാനം എന്നൊരു സാമൂഹിക പ്രതിഭാസമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ആളുകളുടെ പ്രൊട്ടസ്റ്റായി ആ ഒരു ചേഞ്ചിനെയാണ് കാണുന്നത്. ഇപ്പം സന്ദീപ് വാര്യർ എടുക്കുക, അദ്ദേഹം കടന്ന പരാമർശങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതും അദ്ദേഹം ഒരു ബന്ധത്തിന്റെ പേരിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലീഗുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് തൃക്കരിപ്പൂരിലെ സ്ഥാനത്തൊക്കെ നോക്കിയാലും അദ്ദേഹം പോയതൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഈ മാറ്റം. അത് ആ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കണ്ടത് BJP-യിൽ ചേരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ലീഗിൽ ചേരുന്നത്. അതാണ് ഞാൻ ബേസിക്കലി എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് മാത്രമല്ല, അജിംസ് പറഞ്ഞ പോലെ ഇപ്പോൾ എന്താ പറയുക, അതിനകത്തൊരു പൊളിറ്റിക്കൽ മെസ്സേജും കൂടി ഉണ്ട്. ലീഗിൽ ചേരുക എന്ന് പറയുന്നതിനകത്തൊരു നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്താണ്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ ലീഗിനെതിരെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഞാനൊന്നും
പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണിതെന്ന് നമ്മൾ ആലോചിക്കണം. ലീഗിനെതിരെയായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല, അതിനപ്പുറം ഞാനൊന്നും പറയേണ്ടതല്ല എന്ന് പറയുന്നു. ലീഗിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടുള്ളതാണോ കേരളത്തിൻ്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ? കേരളത്തിൽ ഈ മതസൗഹാർദ്ദം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക സൗഹാർദ്ദം അല്ലെങ്കിൽ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യം പലരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതൊരു വസ്തുതയുണ്ട്. ആ സമയത്തുള്ള കാര്യങ്ങൾ ഓർക്കുന്നവർക്കത് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്കെതിരെയാണ് ഇന്ന് മറ്റു ചില ലക്ഷ്യങ്ങൾ വെച്ച് വർഗീയ ബന്ധം ആരോപിക്കുന്നത്. അല്ലെങ്കിൽ വർഗീയത ലീഗിനെതിരെ ആരോപിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയേണ്ട മുഖ്യമന്ത്രിയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം മാറ്റിവെക്കണം അക്കാര്യത്തിൽ. അത് പറയാതിരിക്കുകയും ഇതിങ്ങനെ തുടരുകയും ചെയ്യുക, ഇസ്ലാമോഫോബിയ ഈ നിലയ്ക്ക് തുടരുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ചില ആളുകളുടെ തീരുമാനങ്ങൾ അതിനകത്ത് വളരെ വെൽക്കമിങ് ആണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം സോപാന സംഗീതജ്ഞനാണല്ലോ. അദ്ദേഹം പല തരത്തിൽ പല സന്ദർഭങ്ങളിലും ജാതീയമായി ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പോകുന്നതല്ല. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അതിന് പുറത്ത് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ഫേസ്ബുക്കിൽ വർഗീയ പരാമർശങ്ങളും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അതിനുശേഷം വന്ന ഒരു ട്രോൾ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. അതായത് സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഗോവിന്ദൻ മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്തു. അതിൻ്റെ താഴെ വന്നിരിക്കുകയാണ്, അദ്ദേഹം ഇടക്കോട്ടി പാടുകയാണ്, വന്ദേ മുകുന്ദ റബ്ബേ സുലൈമാനെ സന്താപഹാരി റസൂലേ എന്ന് പറഞ്ഞ് ഒരു ട്രോള് വന്നേക്കാണ്. അതായത് ഉടനെ തന്നെ അതിനെ ഒരു മുസ്ലിം വിരുദ്ധ ട്രോളിന് കാരണമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹമാകട്ടെ നേരത്തെ തന്നെ ഖുർആന്റെ ഗീതങ്ങളെടുത്ത് സോപാന സംഗീതം ചെയ്തിട്ടുള്ള ആളാണ്. അറിയോ? സോപാന സംഗീതത്തിന് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ കലാകാരനോട് അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു മുസ്ലിം വിരുദ്ധ. ഈ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ഉറഞ്ഞു തുള്ളുന്ന കാലത്ത് ലീഗ് ചില സന്ദേശങ്ങൾ നൽകുക, എന്നും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മെച്ചപ്പെട്ട നിലയിൽ നിലനിർത്തുന്നതിൽ വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് ലീഗ്. ഇപ്പം നോക്കൂ, ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ലീഗ് പുതിയ മാതൃകകൾ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നൽകുന്നുണ്ട്, യുവജന പ്രാതിനിധ്യത്തിലും മറ്റും. അതുപോലെ തങ്ങൾ ജയിച്ചു വരുന്നവർക്കെല്ലാം സോഷ്യൽ ഓഡിറ്റിംഗ് പോലും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് 6 മാസം കൂടുമ്പോൾ. അത്തരം ഒരു ഘട്ടത്തിൽ ലീഗിനെതിരെ വരുന്ന വർഗീയമായ പരാമർശങ്ങൾക്കുള്ള മറുപടി പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് മാത്രം ഇതിനെ വിലയിരുത്തിയാൽ മതി. ശരി, മുസ്ലിം ലീഗിനെ ഒരു വലിയ ചാപ്പയടിക്കാനുള്ള ശ്രമം വളരെ സജീവമായി നടക്കുന്ന കാലമാണ്. എന്ന് വെച്ചാൽ മതനിരപേക്ഷ പാർട്ടികളായിട്ടുള്ള ലെഫ്റ്റ് പാർട്ടികൾ തന്നെ ലീഗ് വർഗീയമാണെന്ന് സ്ഥാപിക്കാനും ആ പറച്ചിൽ അപ്പുറം പോയിട്ട് അതൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംഗതിയായി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ചില ആളുകൾ ഇറങ്ങി വന്ന് ലീഗിനൊപ്പം ചേരാനുള്ള തീരുമാനം എടുക്കുന്നത്. ലീഗ് അതിന് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകളെ വലിയ സ്വീകാര്യതയോടെ നിലനിർത്തുകയും ചെയ്യുന്നു. വലിയ സന്ദേശമാണ്. നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒന്നൊന്ന് ഉറപ്പായും വിളിക്കാൻ കഴിയും. ലീഗിനെ ഈ നിലയ്ക്ക് പരിമിതപ്പെടുത്താൻ, ചാപ്പയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടികളാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെന്ന് പറയാതെ വയ്യ.